മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇന്ന് മൂന്നാറിൽ കേരളം തമിഴ്നാട് ചർച്ച. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഢി എംപിയുടെ നേതൃത്വത്തിലാണ് യോഗം. പുതിയ ഡാം എന്ന നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ കേരളം ഉന്നയിക്കും. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. സുബിൻ തോമസ് ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സുബിൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ചർച്ചകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂന്നാറിൽ കേരളം തമിഴ്നാട് ചർച്ച നടക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ മുല്ലപ്പെരിയാറിന്റെ ഭാവി, കേരളത്തിലെ ജനങ്ങളുടെ ഭാവി, തമിഴ്നാട് ജനതയുടെ ഭാവി എന്നുള്ളത് ഏവർക്കും ആശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സുബിൻ, വിവരങ്ങൾ പങ്കുവയ്ക്കാം. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ചർച്ച അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ച നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചെയർമാൻ നേരിട്ടെത്തിയാണ് ഈ ഒരു ചർച്ച നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ചില പ്രഖ്യാപനങ്ങൾ മുല്ലപ്പെരിയാറുമായി നടത്തുകയുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട തീരദേശവാസികൾക്കും അതുപോലെ തന്നെ കേരളത്തിന് ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിൽ ഉന്നയിക്കാനാണ് കേരളം തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വകുപ്പ് സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മൂന്നാറിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. ഇന്നലെ തന്നെ ഈ ചെയർമാൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് 10 മണിയോടുകൂടി മൂന്നാറിലെത്തും. ഇതിനുശേഷമാണ് ഈ ചർച്ചകൾ നടക്കുക. പ്രധാനമായും ഈ പുതിയ ഡാം എന്ന ആവശ്യം, കേരളം ആദ്യം തൊട്ടേ മുമ്പോട്ട് വയ്ക്കുന്ന പുതിയ ഡാം എന്ന ആവശ്യം കേരളം വീണ്ടും ആവർത്തിക്കും. അവിടെ തമിഴ്നാട് എന്താണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആകാംക്ഷയുണ്ട്. അതിനെ ഏത് രീതിയിൽ കേരളം പ്രതിരോധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകളും എല്ലാം തന്നെ പഠിച്ച് ഇത് പാർലമെന്റിൽ റിപ്പോർട്ടായി സമർപ്പിക്കാൻ ആകും ഈ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം ഉള്ള നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം എന്തായാലും ഈ ചെയർമാന്റെയും അതുപോലെ തന്നെ സമിതിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇന്ന് കേരളം തമിഴ്നാട് നിർണായകമായ ചർച്ച മൂന്നാറിൽ വെച്ച് നടക്കുകയാണ്. വിഷയം മുല്ലപ്പെരിയാറാണ്. പുതിയ ഡാം എന്നതിൽ കുറഞ്ഞു ഒന്നും തന്നെ കേരളം പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തമിഴ്നാട് എന്തു പറയും, അതിനോട് കേരളത്തിന് യോജിക്കാൻ സാധിക്കുമോ, നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും നിർണായകമായ ചർച്ചയാണ് ഇന്ന് മൂന്നാറിൽ നടക്കുന്നത് എന്നുള്ളതാണ്.